അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നു ഞാനിവിടെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടിരുന്നു. എനിക്ക് ഒരു പരിചയക്കാരും ഇല്ല. മോനും ഒക്കെ ഓഫീസിലും സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ടൊരു ലോൺലി ഫീലിംഗ്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ കാരണം നമ്മളെ നാടും ഇതൊക്കെ വിട്ടിട്ടുള്ള പെട്ടെന്നുള്ളൊരു ലൈഫിൽ തന്നെ ഒരു പെട്ടെന്നുള്ളൊരു ചേഞ്ചായിരുന്നു ആ സമയത്ത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു. അതായത് ഒറ്റപ്പെടൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും ഇപ്പോൾ നിഴൽ പോലെ നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം അല്ലേ. ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മളെ ഹോണ്ട് ചെയ്യും, ചില സമയത്ത് അതിൻ്റെ വലിപ്പം കുറവായിരിക്കാം. നിഴലും അങ്ങനെ തന്നെയാണല്ലോ, എന്നാൽ നമ്മളെ കൂടെ സദാസമയം ഉണ്ടേനും. അപ്പോൾ അതുപോലെ ഒരു സംഭവം എല്ലാവർക്കും ജീവിതത്തിലുണ്ടാവാം, ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലായിട്ട്. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. എപ്പോഴും നമ്മൾ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം, ഇങ്ങനെ ഒറ്റപ്പെടുമ്പോഴാണ് നമ്മളുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റിയും നമ്മളുടെ ഭയങ്കരമായിട്ട് ചില ആൾക്കാർ അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന പല കലാപരമായ കഴിവുകളും അല്ലാത്ത കഴിവുകളും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് പുറത്തെടുക്കാനും കൂടിയുള്ള ഒരു സന്ദർഭം കൂടിയാണ്. കാരണം നമ്മളെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചും എന്തിലാണ് എനിക്ക് കൂടുതൽ സന്തോഷം കണ്ടെത്താൻ പറ്റുക എന്ന് കൂടുതൽ ചിന്തിക്കുന്ന ഒരു സമയം കൂടിയാണ് അത്തരം സന്ദർഭങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഹസ്ബൻഡും മോനും ഒക്കെ ഓഫീസിലും സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ടൊരു ലോൺലി ഫീലിംഗ്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കണ അതായത് ഞാൻ ഭയങ്കര നേച്ചർ ലവിങ് പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ചെടികളും മരങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അത്തരമൊരു സാഹചര്യമൊന്നുമില്ല. അപ്പോൾ അത് വളരെ ഒരു ചെറിയ ഒരു കാര്യമായിട്ട് തോന്നാം ചിലർക്കെങ്കിലും, പക്ഷേ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളാണ് അല്ലേ. അപ്പോൾ എനിക്ക് അതൊരു വലിയ പ്രശ്നമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ള സ്ഥലത്ത് എങ്ങനെ നമുക്ക് അതിനൊക്കെ മേക്കപ്പ് ചെയ്യുക എന്നുള്ളത് ആലോചിക്കുമ്പോൾ എന്താ പറയുക, എനിക്ക് ചെറിയ വിൻഡോസിലുണ്ടായിരുന്നു. അപ്പോൾ ആ വിൻഡോസിലിൻ്റെ മേലെ ഞാൻ കുറച്ച് മണി പ്ലാന്റും ചെടികളും ഒക്കെ വെച്ച് ഭംഗിയാക്കി അതിനെ രാവിലെ വിൻഡോ ഒക്കെ തുറന്ന് കണ്ട് ആസ്വദിക്കുമായിരുന്നു. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷേ ആ ചെറിയ കാര്യങ്ങളിൽ നമ്മളെപ്പോഴും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം. അപ്പം ഞാനന്ന് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതുപോലെ വായിക്കാനും എഴുതാനും ഒക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ വായനയും എഴുത്തും ഒക്കെ ഭയങ്കരമായിട്ട് ചെയ്തിരുന്നു. ആ സമയത്ത് ബ്ലോഗ് എഴുതുമായിരുന്നു. അതേപോലെ ഇതൊക്കെ ചിത്രം വരയ്ക്കുമായിരുന്നു. അപ്പോൾ ചിത്രം വരയ്ക്കുന്നത് ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി. അതുപോലെ കുറച്ച് കുട്ടികളെയൊക്കെ വർക്ക്ഷോപ്സും ക്ലാസ്സുകളും ഒക്കെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ വളർന്ന് പഠിക്കാനായിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പോവുക, കല്യാണം കഴിഞ്ഞ് പോവുക, ഹസ്ബൻഡ് ഇല്ലാത്തൊരവസ്ഥ, അങ്ങനെ പല ഇപ്പോൾ പറയാൻ അപ്പോൾ പുതിയ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പെട്ടെന്നുള്ളൊരു മാറ്റം. അപ്പോൾ അങ്ങനത്തെ ഒക്കെ അവസരങ്ങളിൽ നമുക്ക് ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിൽ പല രീതിയിലായിരിക്കും ഒറ്റപ്പെടലുകൾ നമ്മളെ ബാധിക്കുക. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത് ആരുടെ കയ്യിലും നമ്മൾ കൊടുക്കേണ്ട കാര്യമല്ല. അതിൻ്റെ ചാവി എന്ന് പറയുന്നത് അത് നമ്മളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. സ്വയം സന്തോഷിക്കാനുള്ള ശ്രമം കണ്ടെത്തുക എന്നുള്ളതാണ്, ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ പാസ്തയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാസ്ത ഇത് പെട്ടെന്നാവും, കാരണം ഇത് എന്താ പറയുക, റെഡിമെയ്ഡ് സോസ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. കുറച്ച് ടൊമാറ്റോ, ഇച്ചിരി ഗാർലിക്കും ഓണിയനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി സോട്ട് ചെയ്തിട്ട് നന്നായിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലൊരു സോസായിട്ട് ഇറ്റാലിയൻ സീസണിങ് ഒക്കെ ചെയ്ത് അതിൽ കുറച്ച് ചീസും എല്ലാം ഇടുകയാണെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ പാസ്ത ഈസി ആയിട്ട് ചെയ്യാം. അതിൽ കുറച്ച് ബെഷമൽ സോസ് മിക്സ് ചെയ്യുകയാണെങ്കിൽ അത് വേറൊരു സോസായി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്തത് സാധാരണ റെഡിമെയ്ഡ് സോസ് വെച്ചിട്ടാണ്. അതിൻ്റെ കൂടെ കുട്ടികൾ വന്നപ്പോൾ അവർക്ക് കുറച്ച് ചീസൊക്കെ ഇട്ട് കൊടുത്തു, മൊസറല്ല ചീസ്. ഞാൻ പിന്നെ പ്ലെയിൻ ആയിട്ടാണ് കഴിച്ചത്. അതൊക്കെ ഡിപ്പെൻസ് ഓരോരുത്തരുടെ, കാരണം ചില സോസുകൾ ഭയങ്കര പുളി ഉണ്ടാവും, അത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങനെ കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അതിൽ ചീസ് ഇട്ട് കഴിഞ്ഞത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ
അങ്ങനെയും കഴിക്കാം. അപ്പോൾ അതൊക്കെ ഡിപ്പെൻസ്. കുറച്ച് ബട്ടറൊക്കെ ഇട്ടിരുന്നു കേട്ടോ ഞാൻ. അപ്പം നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയൊക്കെയാണ്. ഇന്ന് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. അതായത് എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇൻട്രസ്റ്റ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. നമ്മളുടെ ഇൻട്രസ്റ്റ്, അതായത് ഇൻട്രസ്റ്റും സ്ട്രെങ്ത്തും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നമുക്ക് ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരാൾക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ടമുണ്ട്, അയാൾക്ക് നല്ല കഴിവുമുണ്ട് അതിൽ. അപ്പോൾ അയാൾ ചിത്രം വരച്ചുകൊണ്ടേയിരിക്കും അല്ലേ. ചില ആൾക്കാർക്ക് ചിത്രം വരയ്ക്കാൻ അല്ലെങ്കിൽ നല്ല കഴിവുണ്ടാവും, പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാൻ ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അത് അയാളുടെ ഇഷ്ടത്തിൽ പെടുന്ന ഒരു കാര്യമായിരിക്കും. ചിലപ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു സ്കില്ലുണ്ടാവും. അപ്പോൾ എല്ലാ സ്കില്ലൊന്നും എല്ലാവരുടെയും ഇൻട്രസ്റ്റ് ആവണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മളെ ഫിഷ് കറി, അതായത് ഇന്ന് ലഞ്ചിന് ഫിഷ് കറി, ക്യാബേജ് തോരൻ, ക്യാബേജ് ഉപ്പേരി, പിന്നെ അയിലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയില പൊരിച്ചതും. ഇത്രയേ ഉള്ളൂ. ഒരു സാധാരണ നോർമൽ കേരള ലഞ്ചാണ്. അപ്പോൾ ഞാനിത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തേങ്ങ അരച്ച കറിയാണ്. പണ്ടൊക്കെ ഈ തേങ്ങ അരച്ച കറി എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല, അതായത് ചെറിയ കുട്ടിയാകുമ്പോൾ. പിന്നെ ഈ വലുതായപ്പം ഉമ്മ ഉണ്ടാക്കുന്ന കറിയൊക്കെ മിസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് പിന്നെ അതിനോടൊരു ഇഷ്ടം വന്നു തുടങ്ങിയത്, തേങ്ങ അരച്ച കറികൾക്കൊക്കെ. പണ്ടൊക്കെ വെറും ഈ മുളകിട്ട് മാത്രം കറി വെക്കുന്നതായിരുന്നു ഇഷ്ടം. ഉമ്മ കറി ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ വഴക്കാം, അങ്ങനെ കറി വെക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതങ്ങനെയാണല്ലേ, ഓരോരോ കാലം മാറുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളും എല്ലാം മാറും. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഫുഡിൻ്റെ കാര്യത്തിൽ. പണ്ട് ഇഷ്ടമുള്ളതൊക്കെ നമുക്കിപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പം നമുക്ക് വേറെ കുറേ ഇഷ്ടമില്ലാത്ത സാധനങ്ങളൊക്കെ ഇഷ്ടം ആയി വരും. പുതിയ സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കും അല്ലേ, അങ്ങനെ പലതും ചെയ്യും. അപ്പോൾ അതിൽ പെട്ടതാണ് ഈ തേങ്ങൻ്റെ കറിയൊക്കെ. പക്ഷേ ഈ തേങ്ങക്കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതായത് വളരെ സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റുമാണ്. അതായത് തേങ്ങ കുറച്ച്, പച്ച തേങ്ങ കുറച്ച്, പിന്നെ മഞ്ഞൾപ്പൊടി, ഒരിത്തിരി മുളക് പൊടിയും കൂടിയിട്ട് നന്നായി അരച്ചെടുക്കുക. അത് കലക്കി അതിലേക്ക് കുറച്ച് പച്ചമാങ്ങ, ഞാൻ ഫ്രോസൺ പച്ചമാങ്ങയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ആവശ്യത്തിനനുസരിച്ച് പുളിക്കനുസരിച്ച് ഇടുക. അതിൽ കുറച്ച് പച്ചമുളക് കീറിയിടുക. അത് നന്നായി തിളച്ച് വരുമ്പോൾ മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് സീസൺ ചെയ്യുക. അപ്പോൾ ഇത് താളിക്കാനായിട്ട് നമ്മൾ കുറച്ച് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഉലുവയും കുറച്ച് ഉള്ളിയും അതിൻ്റെ കൂടെ പിന്നെ അത് നന്നായി മൂത്ത് വരുമ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വേപ്പില ഇടണം കേട്ടോ. അപ്പോൾ നല്ലൊരു കളർ കിട്ടും ഈ മുളക് പൊടിയും ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച്. ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ നിന്ന് പിടിച്ചു പറിക്കേണ്ടതോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് ദാനമായി തരേണ്ടതോ ഒന്നുമില്ല. നമ്മൾ സ്വയം കണ്ടെത്തേണ്ട കാര്യമാണ്. വീണ്ടും പുതിയ കുറച്ച് വിശേഷങ്ങളായിട്ട് മറ്റൊരു വ്ളോഗിൽ കാണാം. ബൈ.